കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്? UDF തിരിച്ചു വരണം, തുടർ ഭരണം ഉണ്ടാവണം. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കാരണം അത് കേരളത്തിന് നല്ലതല്ല. കലാകാല മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്താ? കേട്ടോ, എളിയ കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരമാണ് ഇതെല്ലാം UDFകാരന്റെ വികാരവും. സംസ്ഥാന സർക്കാരിന്റെ കണക്കിനെങ്ങാണ്ട് പരിഹസിക്കുകയാണല്ലോ. ആശയത്തിൽ എന്തെല്ലാം ചെയ്യും അതെല്ലാം ചെയ്യും. കഴിഞ്ഞതിലുള്ള പൊള്ളത്തരങ്ങളും ഇവിടെ നടന്നിരിക്കുന്ന ഇപ്പോഴുള്ള ഈ ഡീൽ സ്ഥാനാർത്ഥികളെയും തുറന്നു കാണിക്കുക എന്നുള്ളത് വലിയൊരു ഉദ്ദേശം. ഒരുപക്ഷെ ഡാൻസ് കളിക്കാനും ആടാനും ഒക്കെ ചേട്ടനും ആഗ്രഹമുള്ള പോലെ തോന്നി. കാരണം ഇപ്പോഴത്തെ മാറിയത് കളിക്കണം. ഞാൻ അവരെ ഇൻസ്പയർ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ നമ്മളെപ്പോഴും ഡാൻസിനകത്തേക്ക് വന്നിട്ട് കലയ്ക്ക് വന്നിട്ട് ഒരു മോട്ടിവേഷൻ ഭയങ്കര ആവശ്യമാണ്. വാഴ 2 ഇറങ്ങി ഭയങ്കര ഹൈപ്പിലേക്ക്. അപ്പൊ അതിന്റെ പ്രൊമോഷൻ ഒന്നും പോകണില്ല. ഇപ്പൊ ഇതിന്റെ പരിപാടിക്ക് ഇറങ്ങണം. അതിന് ഞാൻ പോവും, അതിന്റെ പ്രൊമോഷൻ പോയിരിക്കും. പക്ഷെ ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് എന്റെ വന്നിട്ടുള്ള എന്റെ വികാരമാണ്. അതാണ് എൻ്റെ ഒരു വികാരമാണ്. ഈ പ്രോഗ്രാം അത്ര പവർഫുള്ളാണ്. ഏതൊരു കലാകാരൻ അവരെ പറയാനുള്ളത് പറയണം. നമ്മൾ ആർക്കുമായിട്ട് എതിരായിട്ടല്ല. ഒരു തുടർഭരണം ഇവിടെ ഒരു ആപത്തുണ്ടാകും. 6 ലക്ഷം കോടി കടായി. ഇനി എങ്ങോട്ട് പോകും? ഒരു മാറ്റം വരിക. അവിടെ വന്നിട്ടുള്ളതിന് എന്ന് ഈ പറയുന്ന ഭരണകൂടം അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുമോ ജനങ്ങളോട്, അന്നാണ് ഈ കേരളം നന്നാവും. ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു ഗവൺമെൻറ് അവാർഡ് അത് UDF ചെയ്യുമെന്നുള്ളതിന് ഒരു ഉറപ്പുണ്ട്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ചേട്ടൻ ഡെഫിനറ്റ് ഞാനല്ല ചേട്ടൻ അതിന്റെ ഭാഗമായിട്ട് അതിന് തലപ്പത്തുണ്ടാവും. അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് ഞാനുണ്ടാവും. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കലയോടൊപ്പം രാഷ്ട്രീയം കൊണ്ടു നടക്കും. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യനും അവൻ്റെതായ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അവനൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഇല്ലാത്തവർ അരാഷ്ട്രീയനാണ്. പാലക്കാട് രമേശ് പിഷാരടി മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായിട്ട് താങ്കളുടെ സഹപ്രവർത്തകൻ കൂടിയാണ്. പ്രചരണത്തിന് പോകുന്നുണ്ടോ? ഞാൻ ബാക്കിയുള്ളവർക്ക് ബാക്കി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുണ്ടല്ലോ, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ, അവരവിടെ പോയിട്ട് ഞങ്ങളുടെ പിഷാരടിയെ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളെ നോക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ് വന്നേക്കണേ. എനിക്കൊരു ഉറപ്പാണ് പിഷാരടി വരും. ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് പിഷാരടി. പിന്നെ പാലക്കാടുകാരനും കൂടിയാണ്. ആഗ്രഹങ്ങളൊക്കെ നമ്മളാണ്. താങ്ക് യു. UDF പറഞ്ഞതിൽ വരട്ടെ.